വീണ്ടും കൊല്ലത്തെ CPM സംസ്ഥാന സമ്മേളന നഗരിയിലേക്കാണ് ഇപ്പോൾ പതാക ഉയർത്തൽ നടക്കുകയാണ്. KN ബാലഗോപാൽ പതാക ഉയർത്തും. അതിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇളമരം കരീമാണ് കൊടിമരം ഏറ്റുവാങ്ങിയത്. കൊടിമരം ഉയർത്തുകയാണ്. ദീപശിഖ ജാഥ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആശ്രമ മൈതാനിയിലേക്ക് വലിയ പാർട്ടി പ്രവർത്തകരുടെ വലിയ ഒഴുക്കാണ് ഉണ്ടായിരുന്നത്. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കൊടിമരം ഉയർത്തുന്നു. അല്പസമയത്തിനകം തന്നെ ഇളമരം കരീം കൊടിമരം ഏറ്റുവാങ്ങി അല്പസമയത്തിനകം പതാക ഉയർത്തലിലേക്ക് കടക്കും. അതോടുകൂടി CPM സംസ്ഥാന സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമാകുന്നു. കൊടിമര ജാഥ അല്പസമയം മുമ്പാണ് എത്തിയത്. ആ കൊടിമരം ഉയർത്തുകയാണ്. KN ബാലഗോപാലാണ് അതിന് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ സ്ഥലത്തുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരുമുണ്ട്. പാർട്ടി പ്രവർത്തകരുണ്ട്. ദീപശിഖ അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ആശ്രമ മൈതാനം വലിയ പ്രവർത്തകരെ കൊണ്ട് വലിയ കടലായി മാറിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടന്നു അല്ലേ? അതെ ധന്യ പറഞ്ഞതുപോലെ തന്നെ ഇതാ ഇപ്പോൾ ഔദ്യോഗികമായ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നതാണ് പ്രധാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉയർത്തുന്നതിന് കൊണ്ടുവന്ന പതാക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സമ്മേളന നടപടികൾ ഔദ്യോഗികമായി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഈ പ്രധാന നേതാക്കളായത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പതാക ഏറ്റുവാങ്ങിയതിനു ശേഷം സംഘാടക സമിതി ചെയർമാനായിട്ടുള്ള മന്ത്രി KN ഈ പതാക ജാഥ കയ്യൂരിൽ നിന്നുമാണ് ആരംഭിച്ചത്. സ്വരാജ് ആയിരുന്നു ആ ജാഥയുടെ ക്യാപ്റ്റൻ. അപ്പൊ കയ്യൂരിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ ഇവിടെ എത്തുകയും ആ പതാക ഇപ്പോൾ ഏറ്റുവാങ്ങി കൊടിമരത്തിലേക്ക് നട്ടാൻ പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ CPM-ന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മുദ്രാവാക്യങ്ങൾ കരഘോഷങ്ങൾ നിർത്തി മുദ്രാവാക്യങ്ങളോടുകൂടെയാണ് ഈ പതാക ഏറ്റുവാങ്ങുന്നതിനെ കാണുകയും ഒപ്പം തന്നെ അവർ പൂർണ്ണമായും ഈ ഒരു സമ്മേളനത്തിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുന്നതോടൊപ്പമാണ് ഈ ദൃശ്യം നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 71-നും 95-നും ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം ഒരു സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു. അതിൻ്റെതായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ ഇവിടെ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനം. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും നയിച്ച ദീപശിഖ ജാഥയും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ദീപശിഖ ജാഥ അതായത് ഒപ്പം തന്നെ 23 ദീപശിഖകൾ, അങ്ങനെ 24 ദീപശിഖകളാണ് കൊല്ലം നഗരത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൊല്ലം ആശ്രമ മൈതാനിൽ എത്തിയിരിക്കുന്നത്. അതും ഉടൻ തന്നെ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. ആ ദീപശിഖ ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് പാർട്ടി സെക്രട്ടറി അംഗവും CP രാമകൃഷ്ണനാണ് ആ ദീപശിഖ ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതായത് ഈ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഏകദേശം അതായത് കൊടി ഉയരുന്നതിന് മുന്നോടിയായി ദീപശിഖ ഏറ്റുവാങ്ങിയിരിക്കുന്നു. പതാക ഏറ്റുവാങ്ങിയിരിക്കുന്നു. അതായത് മുദ്രാവാക്യം വിളിയോട് കൂടിയാണ് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അതിനെ ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ രാവിലെ മുതൽ 9-ാം തീയതി വരെ ഇനി ഈ സമ്മേളനത്തിന്റെ ചൂടിലേക്ക് കടക്കുകയാണ്. 530 സമ്മേളന പ്രതിനിധികൾ എന്ന് പറയുമ്പോഴും ഈ കൊല്ലത്തേക്ക് ഇനി വരും ദിവസങ്ങളിൽ ലക്ഷങ്ങൾ ഒഴുകിവെക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതായത് അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെ CPM സംഘാടക സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദീപശിഖ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ദീപശിഖ CP രാമകൃഷ്ണൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. നേരത്തെ തന്നെ പതാകയുമായിട്ട് പതാക ജാഥയും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കൊടിമരം മാറ്റിക്കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ